ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ മെസ്സിയായി കിടക്കുന്ന നൂലൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹാങ്ങർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതായത് നൂലൊക്കെ ഒതുക്കി വയ്ക്കുക എന്നുള്ള ഭയങ്കര പാടുള്ള കാര്യമാണല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 1.5 മീറ്റർ വലിപ്പമുള്ളൊരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലൊരു കട്ടിയുള്ള പേപ്പർ വയ്ക്കുന്നുണ്ട്. എന്നാലേ അത് നല്ല രീതിയിൽ ചുമരിൽ തൂക്കുമ്പോൾ വടിവിലൊത്തും നിൽക്കുള്ളൂ. കാരണം നിങ്ങളിനി കട്ടിയുള്ള തുണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. പക്ഷേ എൻ്റെ തുണി ഭയങ്കര കട്ടി കുറവായതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു ഇത് ചെയ്യുന്നുണ്ടോ. എന്നിട്ട് ആ തുണി പേപ്പർ വെച്ചതിന് ശേഷം അതേ ഷേപ്പിലൊന്ന് നമ്മൾ അടിച്ചെടുക്കാൻ കേട്ടോ. ഏകദേശം ഒരു തലയണ കവറിൻ്റെ ഷേപ്പിലാണ് കേട്ടോ നമ്മളിത് അടിച്ചെടുക്കുന്നത്. അങ്ങനെ ഇത് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ചില്ല ആ പേപ്പർ, അത് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ പേപ്പറൊക്കെ വെച്ചതൊന്ന് സ്ട്രെയിറ്റ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ വേറെ കുറച്ച് കഷ്ണങ്ങളൊന്ന് വെട്ടിയെടുത്തൊന്ന് മടക്കിയടിക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ. കാരണം ഇതിനുള്ളിലാണ് നമ്മൾ നൂല് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ 2 സൈഡൊന്നും മടക്കിയതിന് ശേഷം നമ്മളൊന്ന് ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്തൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അത് 4 ഉണ്ട് ഞാൻ വെച്ചിട്ടുള്ളത്. കാരണം എനിക്ക് അധികം നൂലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ 4 മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് തലങ്ങോ വിലങ്ങോ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇതിൽ കാണുന്ന പോലെ തന്നെ. കാരണം ഒരു സൈഡ് ക്ലോസും ഒരു സൈഡ് ഓപ്പണും, കാരണം നൂലിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഹാങ്ങറും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാ മെസ്സിയായി കിടക്കുന്ന നൂലൊക്കെ നമ്മൾക്ക് ഇതിലോട്ടൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു ഷീറ്റിൽ ഏകദേശം 2 നൂലൊക്കെ കൊള്ളുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വലുപ്പെടുത്തി അടിക്കാം കേട്ടോ. അപ്പോൾ അത് ഞാനിതെൻ്റെ മെഷീൻ്റെ സൈഡിലാണ് കേട്ടോ തൂക്കിയിട്ടേക്കുന്നത്. കാരണം എനിക്ക് എടുക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുള്ളായോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.